ആരൂഢം തടയപ്പെട്ടല്ലോ മാധവ. അറിയേണ്ട കാര്യം അറിയിച്ചു തരാൻ ഈശ്വരന്റെ കൂട്ടില്ല എന്ന് ചുരുക്കം. മോശം സമയത്താ അങ്ങനെയൊക്കെ സംഭവിക്കുക. ചന്ദ്രഗിരിയിലെ ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കഴിക്കുക, എന്നിട്ട് നോക്കാം. എനിക്കറിയേണ്ടത് എന്റെ ഭാവിയെക്കുറിച്ചല്ല, അവൻ എന്റെ അച്ചു. അവനെക്കുറിച്ച് ഓർത്താണ് എന്റെ വേവലാതി. ആ പേടി വേണ്ട. ചൊവ്വാദശയാണ് അയാൾക്കിപ്പോ. ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വയുടെ സ്ഥാനം ഉച്ചത്തിൽ. യുവരാജാവ്, ദേവസേനാപതി, സാക്ഷാൽ സുബ്രഹ്മണ്യൻ. അയാളെ തൊടാൻ പറ്റില്ല ആർക്കും. എന്നാ ആയിക്കോട്ടെ. മാധവേട്ടനോടുള്ള ആദരവ് സൂചകമായി കടകമ്പോളങ്ങൾ അടച്ചിട്ട് സ്വമേധയാ ചന്ദ്രഗിരി ഗ്രാമം ഹർത്താൽ ആചരിക്കുകയാണ്. ആനയുടെ കുത്തേറ്റ് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെടുക്കപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ടെങ്കിലും പോലീസ് മരണകാരണം സ്ഥിരീകരിച്ച മട്ടാണ്. ഒന്ന് വഴി കൊടുക്കൂ, ഒന്ന് വഴി കൊടുക്കൂ. ദുഃഖിക്കരുതെന്ന് പറയുന്നില്ല. മാധവേട്ടൻ വലിയൊരാളായിരുന്നു ഞങ്ങൾക്ക്. തീരാത്ത ഒരു നഷ്ടം. എന്നാലും എന്റെ ഗവൺമെന്റിനെ ദുഃഖം അറിയിക്കുകയാണ്. പിടിച്ചു നിൽക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. പിതാവിനെ കിടപ്പ് കാണാൻ വയ്യ, അതുകൊണ്ട് വരില്ലെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഞാൻ കൊല്ലങ്കോട്ട് കൃഷ്ണശർമ്മ, ജ്യോത്സ്യന. എന്നെ കണ്ട് മടങ്ങുമ്പോഴാ അച്ഛൻ. ആരൂഢം തടഞ്ഞത് ഇങ്ങനൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും നിരീക്ഷിച്ചില്ല. മരണം ആനയുടെ രൂപത്തിൽ. ഇത് അവിടെ വെച്ച് മറന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ അച്ഛൻ. സമയമായ ഒക്കെ മറക്കും.
എന്നാ ഞാനങ്ങോട്ട്. എത്ര കിട്ടി? കള്ളസാക്ഷി പറയാം. ഇന്നലെ വരെ ഏതൊന്നായിരുന്നുവോ ശരി, ഇന്നും നാളെയും ഏതൊന്നായിരിക്കുമോ ശരി, അതാണ് സത്യം. അതറിയാവുന്ന ബ്രഹ്മജ്ഞാനിയായ കൊല്ലങ്കോട്ട് കൃഷ്ണശർമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? കിട്ടിയ പണത്തൂക്കത്തിനൊപ്പിച്ച് കണ്ട സത്യം മാറ്റി പറയാം. ആരോടാണോ നടന്നതൊന്നും പറയരുതെന്ന് അച്ഛൻ സത്യം ചെയ്യിച്ചത്, ആ ആളിന്റെ നാവിന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം. ഇല്ല, എനിക്കിനി ഒന്നും മറയ്ക്കാൻ കഴിയില്ല. കുഞ്ഞറിയണം, അച്ഛന്റെ മരണം നടന്ന രാത്രി ഞാൻ കണ്ട സമയം. ആരാണ് ചോദിച്ചത്? ആരോടും തടഞ്ഞത് വെറുതെ ആയില്ല അല്ലേ തിരുമേനി? മാധവൻ ഇവിടെ തീരുക തിരുമേനി. ഇനി അവനാ എന്റെ മകൻ അച്ചു. പക്ഷെ ഒന്നും അവനറിയരുത്. എല്ലാ പകകളും എന്റെ മരണത്തോട് അവസാനിക്കട്ടെ. അവസാനിക്കും അല്ലേ തിരുമേനി? മരണസമയത്ത് എന്നെ അച്ഛൻ പിടിച്ചു വാങ്ങിയ വാക്ക്, അത് പാലിക്കാൻ കഴിയാതെ പോയതിൽ ഒരു മനസ്താപവുമില്ല ഇപ്പോഴെനിക്ക്. എന്റെ നിയോഗം ഒരു പക്ഷേ ഇതായിരുന്നിരിക്കാം. അരുത്, ഇപ്പോ മനസ്സിൽ പോലും പകയരുത്. പടപ്പുറപ്പാടും സബിണ്ടി കഴിയുന്നവരെ അച്ഛൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. ആ ആത്മാവിന് നോവുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു വൃദ്ധന്റെ അപേക്ഷയാണ്. കേൾക്കാൻ സന്മനസ് കാണിക്കണം. ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുക. വീടും സ്ഥലവും പറമ്പും എല്ലാം പോയി കൊത്തബ്ര. അവിടെ ചെറിയ പള്ളിക്കാരും അന്നപൂർണക്കാരും പോലീസുകാരും ചേർന്ന് എല്ലാവരും കുടി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ആടേക്കല്ലേ വർത്തനം? മാധവേട്ടൻ പോയതോടെ ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ സങ്കടം ചെന്ന് പറയാ വേറെ സ്ഥലമില്ല കൊച്ചുതബ്ര. സങ്കടപ്പെടണ്ട. സഹായത്തിന് ആരുമില്ല എന്ന തോന്നലും വേണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഞാനുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കിട്ടിയതൊന്നും പോരെ. ഈ അതിർത്തി കിടന്നാലേ കടക്കുന്നതിന്റെ കാര്യം വിട്ടു. മോനെ, ഇത് മുതിർന്നവരുടെ കളിയാ. ഇതിനിടയ്ക്കറി കളിച്ചാലേ കൂമ്പ് പാടും. വാട്ടും ഞങ്ങള്. ജമാലെ,
കളികൾ കുട്ടികൾക്കുള്ളതാണ്. മുതിർന്നവർക്ക് കാര്യമാകണം പ്രധാനം. മൂത്ത് നരച്ചിട്ടും കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തരം രോഗമാണ്. അതിന് ചികിത്സയില്ല മുകുന്ദ, ശിക്ഷയുള്ളൂ. ശിക്ഷ. ഹേയ്! ഈ നിൽക്കുന്നത് എന്റെ അച്ഛന്റെ പ്രജകളാണ്. എന്ന് വെച്ചാൽ എന്റെ പ്രജകൾ. ഇവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. കാതറ, ഇത് നാളികേരം പൊതിക്കാനും വിറക് വെട്ടാനും മാത്രമല്ല, അന്യായം കാണിക്കുന്നവരുടെ തല കൊയ്യാൻ ഉപയോഗിക്കണം. എങ്കിലേ ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ നീതി കിട്ടൂ. വാടാ. നീ കരുതണ്ട. അച്ഛനെ പോലെ പെടുമരണം അത് തന്നെയാവും നിന്റെയും ഗതി. കൊല്ലും കൊല്ലും നിന്നെ ഞാൻ. പാടില്ല ശർമാജി പറഞ്ഞത്. ഇനി പോവാം.